ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്ക് റിലേഷൻ ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് റിലേഷൻ ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇത് ഡെവലപ്മെൻറ്റും ഡിസാസ്റ്ററും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ ഒരു സർക്കിൾ നോക്കിയാൽ ചെറിയ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എഴുതാനും മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ ഒരു 4 ഭാഗം നോക്കുക: ഡെവലപ്മെൻറ്റ് റിലം, പോസിറ്റീവ് റിലം, നെഗറ്റീവ് റിലം, ഡിസാസ്റ്റർ റിലം. ഇത് ഡെവലപ്മെൻറ്റ് മേഖല, റിലം എന്ന് പറഞ്ഞാൽ ഏരിയ. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റ് ക്യാൻ ഇൻക്രീസ് വൾണറബിലിറ്റി, അത് നെഗറ്റീവ് റിലത്തിലാണ്. ഇത് ഡെവലപ്മെൻറ്റ് കൊണ്ടുള്ള ദോഷവും നല്ലതും. അതേപോലെ ഡിസാസ്റ്ററിൻ്റെ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും അതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പിക്ചറിൽ ആദ്യത്തെ നോക്കിക്കോളും. ഡെവലപ്മെൻറ്റ് റിലം, അതായത് ഡെവലപ്മെൻറ്റ് ഏരിയേൻ്റെ ഭാഗത്ത് ഡെവലപ്മെൻറ്റ് ക്യാൻ ഇൻക്രീസ് വൾണറബിലിറ്റി, അതതിൻ്റെ നെഗറ്റീവ് വശമാണ്. അതായത് ഡെവലപ്മെൻറ്റ് എന്തിന് കാരണമാവും? വൾണറബിലിറ്റി കൂടാൻ കാരണമാവും. അപ്പോൾ അത് എന്താണ്? നെഗറ്റീവാണ്. വൾണറബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം തന്നെ തുടങ്ങിയപ്പോൾ തന്നെ ഡിസാസ്റ്റേഴ്സിന് കൂടുതൽ വൾണറബിളാണ്. അപ്പോൾ ആ മേഖല എന്തായി മാറും? ഡിസാസ്റ്ററിന് അനുയോജ്യമായത് ഡിസാസ്റ്റർ സംഭവിക്കാൻ സാധ്യത കൂടിയ മേഖലകളായി മാറും ചില ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ. അതാണ് ഡെവലപ്മെൻറ്റ് ക്യാൻ ഇൻക്രീസ് വൾണറബിലിറ്റി. അപ്പോൾ ചില ഡെവലപ്മെൻറ്റ് ക്യാൻ റെഡ്യൂസ് വൾണറബിലിറ്റി, അതതിൻ്റെ പോസിറ്റീവ് വശമാണ്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത് നോക്കിക്കോളൂ. ഡിസാസ്റ്റർ ക്യാൻ സെറ്റ് ബാക്ക് ഡെവലപ്മെൻറ്റ്. ഡിസാസ്റ്റർ എന്ത് ചെയ്യും? ഈ ഡെവലപ്മെൻറ്റിനെ പിന്നോട്ട് വലിക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ മുരടിപ്പിക്കുന്നു. അതാണ് ഡിസാസ്റ്റർ ക്യാൻ സെറ്റ് ബാക്ക് ഡെവലപ്മെൻറ്റ്, അതതിൻ്റെ നെഗറ്റീവ് വശമാണ് ഏതിൻ്റെ? ഡിസാസ്റ്ററിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ക്യാൻ ഇൻക്രീസ് വൾണറബിലിറ്റി ആണെങ്കിൽ ഡിസാസ്റ്റർ ക്യാൻ സെറ്റ് ബാക്ക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശമുണ്ട്. ഡിസാസ്റ്റേഴ്സ് ക്യാൻ പ്രൊവൈഡ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ചില ഡിസാസ്റ്റേഴ്സ് എന്തിന് കാരണമാവുന്നു? പ്രൊവൈഡ് ഡെവലപ്മെൻറ്റ് പുതിയ ഓപ്പർച്യൂണിറ്റീസ്ക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്രയാണ് എന്ത് റിലേഷൻ ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ കണ്ട പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് പോയിൻറ്റ്സും ആണെങ്കിൽ അങ്ങനെ എഴുതാം. എന്താണ്? ഡെവലപ്മെൻറ്റ് ക്യാൻ ഇൻക്രീസ് വൾണറബിലിറ്റി കൂട്ടാൻ കാരണമായതു മാറുന്നു, അതതിൻ്റെ നെഗറ്റീവ് വശമാണ്. ദെൻ ഡെവലപ്മെൻറ്റ് ക്യാൻ റെഡ്യൂസ് വൾണറബിലിറ്റി. ദെൻ ഡിസാസ്റ്റർ ക്യാൻ സെറ്റ് ബാക്ക് ഡെവലപ്മെൻറ്റ്. ഡിസാസ്റ്റർ എന്ത് ചെയ്യുന്നു? എന്താണ്? ഡെവലപ്മെൻറ്റിനെ തടയുന്നു. അല്ലെങ്കിൽ ഡിസാസ്റ്റർ ക്യാൻ പ്രൊവൈഡ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതതിൻ്റെ പോസിറ്റീവ് വശം. ഓക്കെ, ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പിക്ചർ വരച്ചിട്ട് താഴെ ഈ പോയിൻറ്റ്സ് ഒന്നുകൂടി എഴുതിയിട്ടാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ഹെൽത്ത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ആൻഡ് ഹെൽത്ത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ഫോർ ഹെൽത്ത്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ഫോർ ഹെൽത്ത് ഈസ് മൾട്ടി സെക്ടറൽ ആൻഡ് റെഫേഴ്സ് ടു. പല ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതെന്താ നോക്കാം. എന്താണ് ഹെൽത്ത് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ? ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്തിനുള്ള? ഹെൽത്തിന്, ജനങ്ങളുടെ ഹെൽത്തുമായി സംബന്ധിക്കുന്നു. ദ സിസ്റ്റമാറ്റിക് അനാലിസിസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസ്ക്. ഓക്കെ, അനലൈസ് ചെയ്യും, അതിനെ മാനേജ് ചെയ്യും. ഓഫ് ഹെൽത്ത് റിസ്ക് പോസ്ഡ് ബൈ എമർജൻസീസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. എന്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന? ചില എമർജൻസികളോ ഡിസാസ്റ്റേഴ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹെൽത്ത് റിസ്കിനെ അനലൈസ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ത്രൂ എ കോമ്പിനേഷൻ ഓഫ് ഹസാർഡ് ആൻഡ് വൾണറബിലിറ്റി റിഡക്ഷൻ ടു പ്രിവെൻറ്റ് ആൻഡ് മിറ്റിഗേറ്റ് റിസ്ക് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ. എങ്ങനെ? ഹസാർഡ് ആൻഡ് വൾണറബിലിറ്റി റിഡക്ഷൻ എന്ത് ചെയ്യുക? ഹസാർഡിൻ്റെ ഇത് കുറയ്ക്കുക അല്ലെങ്കിൽ വൾണറബിലിറ്റി കുറയ്ക്കുക. ഓക്കെ, അതിൻ്റെ അടുത്ത് ത്രൂ പ്രിപ്പയർനെസ്. എന്തുവഴി? പ്രിപ്പയർനെസ് ഓർ ത്രൂ റെസ്പോൺസ് ഓർ ത്രൂ റിക്കവറി മെഷേഴ്സ്. അതാണ് ഏതിൽ വരുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ആൻഡ് ഹെൽത്ത്, അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൽ വരുന്നതാണ്.
Okay, disaster risk management for health is a multi-sectoral and refers to, അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ഫോർ ഹെൽത്ത്. ഓക്കെ, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ഫോർ ഹെൽത്ത് ഈസ് മൾട്ടി സെക്ടറൽ ആൻഡ് റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് അനാലിസിസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസ്ക് posed by emergencies and disasters through a combination of hazard and vulnerability reduction to prevent and mitigate risk and preparedness and responses and recovery measures. ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, ഹെൽത്ത് റിസ്ക് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത്, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ഫോർ ഹെൽത്തിൽ വരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ്, ഇനി നമ്മളതിൻ്റെ GPS, അതായത് യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതിൽ ഒരു പോയിൻ്റാണ് നമ്മൾ നോക്കുന്നത്, GPS നിങ്ങൾക്കറിയാം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ എങ്ങനെ സഹായിക്കുന്നു എന്നാണ്. ഓക്കെ, ഡെലിവർ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ നോക്കാം. GPS ഡെലിവർ ഡിസാസ്റ്റർ റിലീഫ് ടു ഏരിയാസ് ഇൻ എ മോർ ടൈംലി ആൻഡ് അക്യുറേറ്റ് മാനർ, സേവിങ് ലൈവ്സ് ആൻഡ് റീസ്റ്റോറിങ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. അപ്പോൾ എന്താണ് ഡെലിവർ ഡിസാസ്റ്റർ റിലീഫ് ടു ഏരിയാസ്, അതായത് സഹായങ്ങൾ എത്തിക്കുക, ഏരിയാസ് ഇൻ മോർ ടൈംലി ആൻഡ് അക്യുറേറ്റ് മാനർ. എവിടേക്കാണ് സഹായം എത്തിക്കേണ്ടത് അത് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ആര് സഹായിക്കുന്നു, GPS. അങ്ങനെ എന്ത് ചെയ്യാം, ജീവൻ രക്ഷിക്കാനും നമുക്ക് സാധിക്കുന്നു. പിന്നെ റീസ്റ്റോറിങ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അതിനെ റീസ്റ്റോർ ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ദെൻ പ്രൊവൈഡ് പൊസിഷൻ ഇൻഫർമേഷൻ ഫോർ മാപ്പിംഗ് ഓഫ് disaster regions where little or no mapping information is available. അതായത് യാതൊരു മാപ്പിംഗ് ഇൻഫർമേഷനും കിട്ടാത്ത മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. ഏത് വഴി, GPS വഴി. ഡിസാസ്റ്റർ റീജിയനിലെ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ ഇത് സഹായിക്കുന്നു. ദെൻ എൻഹാൻസ് എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തുക. എൻഹാൻസ് കാപ്പബിലിറ്റി for flood prediction and monitoring of seismic precursors and events. Then precursors എന്ന് പറഞ്ഞാൽ മുൻഗാമി, സീസ്മിക് പ്രിക്കസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭൂകമ്പത്തിൻ്റെയൊക്കെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാനും അല്ലെങ്കിൽ ഫ്ലഡ് പ്രഡിക്ഷന് സഹായിക്കാനും ഏതുപയോഗിക്കാം, GPS ഉപയോഗിക്കാം. ഓക്കെ, എൻഹാൻസ് കാപ്പബിലിറ്റി ഫോർ ഫ്ലഡ് പ്രൊഡിക്ഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് സീസ്മിക് പ്രിക്കസേഴ്സ് ആൻഡ് ഇവൻറ്റ്സ്. ദ നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് പൊസിഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ഇൻഡിവിജ്വൽസ് വിത്ത് മൊബൈൽ ഫോൺസ് ആൻഡ് ഇൻ വെഹിക്കിൾസ് ഇൻ കേസ് ഓഫ് എമർജൻസി. ഇത് മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ GPS സഹായത്തോടെ കണ്ടെത്താം. നമുക്കറിയാം, ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ എന്തുണ്ട്, GPS ഉണ്ട്. അതേപോലെ മൊബൈൽ ഫോണിൽ എന്തുണ്ടാവും, GPS. അപ്പോൾ അത് വെച്ചിട്ട് എവിടെയാണ് സംഭവം നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും, സാധിക്കുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ടാവും GPS. അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ്. അപ്പോൾ ആദ്യം തൊട്ടൊന്നുകൂടി നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് ഡിസാസ്റ്ററും ഡെവലപ്മെൻറ്റും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് മുകളിലും ഡിസാസ്റ്റർ താഴെയും അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ആവും. ഡെവലപ്മെൻറ്റ് ക്യാൻ ഇൻക്രീസ് വൾണറബിലിറ്റി, ഡെവലപ്മെൻറ്റ് ക്യാൻ റെഡ്യൂസ് വൾണറബിലിറ്റി. രണ്ടിനും സാധ്യത ഉണ്ട്. ഡെവലപ്മെൻറ്റ് വൾണറബിലിറ്റി കൂട്ടാം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വൾണറബിലിറ്റിനെ കുറയ്ക്കാം. ഡിസാസ്റ്റർ ക്യാൻ സെറ്റ് ബാക്ക് ഡെവലപ്മെൻറ്റ്, ഡിസാസ്റ്റർ എന്ത് ചെയ്യും, ഡെവലപ്മെൻറ്റിനെ പ്രതിരോധിക്കുന്നു. അതായത് പ്രതിരോധിക്കുക പറഞ്ഞാൽ എതിരായിട്ട് നിൽക്കാം. ഡിസാസ്റ്റർ ക്യാൻ പ്രൊവൈഡ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ചിലപ്പോൾ എന്ത് ചെയ്യാം, ഡിസാസ്റ്റേഴ്സ് എന്ത് ചെയ്യാം, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്മെൻറ്റിന് നൽകാവുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ്. ദ നെക്സ്റ്റ് വൺ, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ഫോർ ഹെൽത്ത്, അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ. അതിലടങ്ങിയിരിക്കുന്ന എന്താണ്, സിസ്റ്റമാറ്റിക് അനാലിസിസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസ്ക് പോസ്ഡ് ബൈ എമർജൻസീസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ത്രൂ എ കോമ്പിനേഷൻ ഓഫ്, അതായത് അസാഡ് ആൻഡ് വൾണറബിലിറ്റി റിഡക്ഷൻ നടത്തുക, പിന്നെ പ്രിപ്പയർനെസ് നടത്തുക, പിന്നെ റെസ്പോൺസ് നടത്തുക, പിന്നെ റിക്കവറി മെഷേഴ്സ് ഉപയോഗിക്കുക.
ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഹെൽത്ത് റിസ്ക് അനലൈസ് ചെയ്യുകയും മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിൽ വരുന്നത്, ഹെൽത്ത് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പോൾ എന്താണ്, ഡിസാസ്റ്റർ നടന്ന ഏരിയയിലേക്ക് എന്ത് ചെയ്യുക, സഹായം എത്തിക്കാൻ നമുക്ക് എന്ത് ഫലം നടത്താം, എന്തിൻ്റെ ഫലമായിട്ട് നടത്താം, GPS-ൻ്റെ ഫലമായിട്ട് നടത്താം. ദെൻ പ്രൊവൈഡ് പൊസിഷൻ ഇൻഫർമേഷൻ, അല്ലെ, പൊസിഷൻ കൃത്യമായ പൊസിഷൻ മാപ്പിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായ പൊസിഷൻ കണ്ടെത്താം. ദെൻ എൻഹാൻസ് കാപ്പബിലിറ്റി, എന്താണ്, മെച്ചപ്പെടുത്തുക, അല്ലെ, ഫ്ലഡ് പ്രൊഡിക്ഷൻ്റെയും സീസ്മിക് ആക്ടിവിറ്റീസിൻ്റെയും മോണിറ്ററിങ്ങിനൊക്കെ GPS ഉപയോഗിക്കാം. ദെൻ അബൌട്ട് ഇൻഡിവിജ്വൽസ്, മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വെഹിക്കിളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എമർജൻസി വന്നു കഴിഞ്ഞാൽ GPS-ൻ്റെ സഹായം തേടാം. ഓക്കെ, അത്രയാണ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.